തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പോപ്പുലർ ഫ്രണ്ട് സ്വരൂപിച്ച പണം SDPIക്കും ലഭിച്ചതായി ED. SDPIയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പണം നൽകുന്നത് PFI ആണെന്നും രണ്ടു സംഘടനകൾക്കും ഒരേ നേതൃത്വവും അണികളുമാണെന്നും ED വ്യക്തമാക്കുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ SDPI ദേശീയ അധ്യക്ഷൻ MK ഫൈസിയെ ED ചോദ്യം ചെയ്യുകയാണ്. പോപ്പുലർ ഫ്രണ്ടിന് പിന്നാലെ SDPI നിരോധനത്തിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങുന്നു എന്ന സംശയം ബലപ്പെടുത്തുന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റിപ്പോർട്ട്. രാജ്യവിരുദ്ധ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പോപ്പുലർ ഫ്രണ്ട് സ്വരൂപിച്ച പണം SDPIക്കും ലഭിച്ചതായാണ് ED കണ്ടെത്തൽ. SDPIയെ നിയന്ത്രിക്കുന്നതും പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും പോപ്പുലർ ഫ്രണ്ടാണ്. SDPIയുടെ ദൈനംദിന പ്രവർത്തനത്തിന് പണം നൽകുന്നത് PFI ആണെന്നും രണ്ട് സംഘടനകൾക്കും ഒരേ നേതൃത്വവും അണികളുമാണെന്നും ED ചൂണ്ടിക്കാട്ടുന്നു. നയരൂപീകരണം, തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കൽ, പൊതുപരിപാടികൾ, കേഡർ മൊബിലൈസേഷൻ എന്നിവയ്ക്കെല്ലാം SDPI PFIയെ ആശ്രയിച്ചിരുന്നു. കോഴിക്കോട് പോപ്പുലർ ഫ്രണ്ടിന്റെ ആസ്ഥാനത്ത് നിന്നും ഇതിന് തെളിവുകൾ കണ്ടെത്തിയതായും ED വ്യക്തമാക്കുന്നു. അതേസമയം SDPIക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം പോപ്പുലർ ഫ്രണ്ട് പണം പിരിച്ചതായും തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കായി 3,75 ലക്ഷം രൂപ നൽകിയതിന്റെ രേഖകൾ ലഭിച്ചെന്നും ED ചൂണ്ടിക്കാട്ടുന്നുണ്ട്. രാജ്യത്ത് ഭീകരവാദ പ്രവർത്തനത്തിനായി PFI പിരിച്ച പണത്തിന്റെ വിഹിതം SDPI ദേശീയ അധ്യക്ഷൻ MK ഫൈസി കൈപ്പറ്റി. ചോദ്യം ചെയ്യലിനായി 12 തവണ നോട്ടീസ് നൽകിയിട്ടും MK ഫൈസി ഹാജരായില്ലെന്നും ED കൂട്ടിച്ചേർത്തു. ശ്രീകാന്ത്, 24, കൊച്ചി.